ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിന്ന് നല്ലൊരു റെസിപ്പി നോക്കാം. നല്ലൊരു ഒറോട്ടിയും ബീഫ് കറിയും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ബീഫ് കറിക്കായി ഞാനൊരു 1/4 കിലോ ബീഫ് ഇവിടെ എടുത്തിരിക്കുന്നത്. 2 ഉള്ളി, ഒരു 4 പച്ചമുളക്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. ഇനി ഉള്ളി നമുക്ക് കട്ട് ചെയ്യാം. ഈ കറിൻ്റെ പ്രത്യേകത, ഈ കറിയിൽ നമ്മൾ തക്കാളി ചേർക്കുന്നില്ല. അപ്പം നമുക്ക് ഒരു കുക്കറിൽ കുറച്ച് 2 ഉള്ളി അരിഞ്ഞതിൽ 1 ഉള്ളി മാത്രം ചേർക്കാം. പിന്നെ പച്ചമുളക് അരിഞ്ഞതും ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്, അതും അതിലേക്ക് ചേർക്കാം കുക്കറിലേക്ക്. ഇനി ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടി ആവശ്യത്തിന്, പിന്നെ കുറച്ച് മുളക് പൊടിയും ചേർക്കാം. ഇതൊക്കെ കുക്കറിൽ തന്നെ എല്ലാം ഒന്നിച്ചിട്ട് തന്നെ ഇടുന്നതാണ്. ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫും ഞാൻ അതിലേക്ക് ഇടുന്നുണ്ട് കുക്കറിൽ. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഓയിലും വെളിച്ചെണ്ണയും അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല. നല്ലോണം അതൊന്ന് മിക്സ് ചെയ്ത്, പിന്നെ കുറച്ച് ബീഫ് മസാലപ്പൊടിയും ചേർക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കർ മൂടി നമുക്ക് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെക്കാം. ഒരു 8 വിസിലായപ്പോൾ ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഗ്യാസ് സ്റ്റൗവിലേക്ക് ഒരു ചട്ടി വെച്ച് ബീഫ് നന്നായി വെന്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ഏലക്കായ്, ഒരു ചെറിയ ഗ്രാമ്പു, പട്ട അതും ചേർത്ത്, നേരത്തെ 2 ഉള്ളിയിൽ അരിഞ്ഞു വെച്ചത് അതിലൊന്നേ നേരത്തെ കുക്കറിലിട്ടിട്ടുള്ളൂ. ബാക്കി ഒരു ഉള്ളി നമുക്ക് ഈ ചട്ടിയിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ആവശ്യത്തിന് കറിവേപ്പിലയും കുറച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ബീഫൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നല്ല ടേസ്റ്റാണ് ഈ കറി. തക്കാളി ചേർത്തിട്ടില്ലെങ്കിലും നല്ല അടിപൊളിയാണ്. ഇനി കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഈ സമയത്ത്, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും. എന്നിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായി ഒന്ന് തിളക്കട്ടെ. തക്കാളി ഇട്ടില്ല എന്ന് വിചാരിച്ചിട്ട് കറിക്ക് ഒരു ടേസ്റ്റിനൊരു കുറവില്ല. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട സാധനമാണ്. തക്കാളി ഇല്ലെങ്കിൽ ബീഫ് കറി വെക്കാതിരിക്കണ്ട. അപ്പോൾ കുറച്ചും കൂടി കറിവേപ്പില ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ബീഫ് കറി റെഡിയായി. ഇനി നമുക്ക് ഒറോട്ടിക്കേക്കുള്ള അരി അരച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഒരു ചൂടുവെള്ളത്തിൽ പൊന്നിയരി 1 ഗ്ലാസ് പുതർത്തി വെച്ചിനു. അത് നല്ലപോലെ ഒന്ന് മിക്സിയിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട്, പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന പൊടി ആമീസ് പൊടിയാണ്. നന്നായി കുഴച്ചിട്ട് ഈ ഒരു പരുവത്തിൽ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് അരി. നന്നായി ഒന്ന് കുഴച്ച് ഇനി നമുക്കതൊന്ന് പരത്തിയെടുക്കാം. ഓരോ ബോൾസാക്കിയിട്ട് പരത്തിയെടുക്കാം. അതിനായി ഫോയിൽ പേപ്പറിലും കുറച്ച് ഓയിൽ തടവി, എൻ്റെ കയ്യിലും നല്ലോണം ഓയിൽ തടവിയിട്ട് നമുക്കൊരു ബോൾ ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ബോൾസ് ഇങ്ങനെ കയ്യിൽ വെച്ച് അവിടെ വെച്ച് നന്നായി ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നല്ല റൗണ്ട് ഷേപ്പിൽ പരത്തിയിട്ട് നമുക്ക് ഓട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഓടുമ്മലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോന്നായി പരത്തി ഞാൻ ഓടുമ്മലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ചൊന്ന് ആയി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ചും കൂടി ആവാനുണ്ട്. അപ്പോൾ ഒന്നിങ്ങനെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പം തന്നെ നമ്മുടെ ഒറോട്ടി റെഡിയാവും. ജസ്റ്റ് ഒന്ന് അപ്പുറം ഇപ്പുറം വേവിച്ച്, പിന്നെ നമുക്കിങ്ങനെ സൈഡിലേക്കൊന്ന് അമർത്തി, ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നും നമുക്കങ്ങനെ അമർത്തി കൊടുത്ത് ഉരുട്ടിയെടുക്കുക. ഉരുട്ടി നമ്മുടെ ഒറോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓരോന്നും അങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ 6 kg സ്പൂൺ കൊണ്ട് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ഒറോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. തക്കാളി ഇട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിനൊരു കുറവുമില്ല. നല്ല അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.